വിൻസി അലോഷ്യസിൻ്റെ തുറന്നു പറച്ചിലോടുകൂടി അപകടത്തിലാകാൻ പോകുന്നത് ആരുടെ ഭാവിയാണ്, അല്ലെങ്കിൽ ആരുടെ കരിയറാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അധികം ദൂരെയല്ല, നമ്മൾ പുറകോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ തുറന്നു പറയുന്ന ആളുകളുടെ ഭാവി തന്നെയാണ് തുലാസിലാവുന്നത്, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നമ്മൾ പാർവതി തിരുവോത്തും പത്മപ്രിയയും പോലുള്ള അതുപോലെയുള്ള ഒരുപാട് നടിമാർ ധൈര്യപൂർവ്വം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ദുഷ്പ്രവണതകൾ ചോദ്യം ചെയ്തിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവർ പിന്നെ സിനിമയിൽ കാണാൻ കഴിയുന്നില്ലല്ലേ. അപൂർവമായിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും കിട്ടിയ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കണ്ടാലായി എന്നുള്ള അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നു. അത്തരം ഒരു 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 രീതിയിലേക്ക് ഇവരുടെ ഭാവി കൂടെ പോകും. ഈ വിൻസി അലോഷ്യസ് എന്ന ധൈര്യശാലിയായ അല്ലെങ്കിൽ കഴിവുള്ള നടി, അവരുടെ കരിയർ കൂടെ അത്തരത്തിലായിപ്പോകും. അതിന് ഈ ആണാധിപത്യമുള്ള ഈ സിനിമാ മേഖലയിൽ അവർക്ക് എന്ത് തോന്നിയവാസമാകാം, ഇതാരും ചോദിക്കരുത്, അല്ലെങ്കിൽ ഇതാരും പറയരുത്, അല്ലെങ്കിൽ ഇനിയൊരു വിഷയമുണ്ടാകരുത്, എന്തും ചെയ്തോട്ടെ, അവരെന്തും ചെയ്തോട്ടെ, അത് ശ്രദ്ധിച്ച് അത് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അപകടത്തിലാകുന്നത് ആ സിനിമ എടുക്കുന്ന നിർമ്മാതാവും അല്ലെങ്കിൽ സംവിധായകരും അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ അതിൻ്റെ ഇരകളാകുമല്ലേ. അപ്പോൾ ഇത്തരം ആളുകളെ, ഈ വിൻസി അലോഷ്യസിനെ പോലെ ധൈര്യശാലികളായിട്ടുള്ള ആളുകളെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരം എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരത് പ്രതികരിക്കുകയും ആ സിനിമയെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും എന്നുള്ള പേടി സിനിമ എടുക്കുന്ന ആളുകൾക്ക്, ഈ ആൺകോയ്മ നിലനിൽക്കുന്ന ഈ മേഖലയിൽ തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പരമാവധി മാറ്റി നിർത്താനേ ഇനിയുള്ള സിനിമകളിൽ ശ്രമിക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ ഈ ഷൈൻ ടോം ചാക്കോ ചെയ്ത തെറ്റിന്, അയാൾ 2015 ഇതുപോലുള്ളൊരു തെറ്റിന് ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും സജീവമായി അയാൾക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അത്തരം ഒരു രീതിയിലേക്കൊന്നും ഒരു സ്ത്രീക്കും ഇവിടെ വന്ന് ഉയർന്നു വരാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആ സിനിമയ്ക്ക് ആ സിനിമ ബാധിക്കരുത് എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് ഉണ്ടായ ദുരനുഭവം പറയുകയും ആ നടൻ്റെ പേര് പറയാതിരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് അവർ തുറന്നു പറഞ്ഞത് തന്നെ മറ്റാർക്കും അത് ഇനിയൊരാൾക്ക് കൂടെ അത് സംഭവിക്കരുത്, എന്തായാലും അത് ചെയ്ത ആൾക്ക് എന്തായാലും കൊള്ളേണ്ടത് കൊള്ളും എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് അവരുടെ പരാതി ദുരുപയോഗപ്പെടുത്തി സംഘടനകളായാലും തീർച്ചയായും അവരുടെ കരിയറിന് തന്നെ ബാധിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം കളിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വലിയ കളികൾ നടക്കുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ പുറം ഭാഗം മാത്രമല്ലേ കാണാൻ പറ്റൂ. പക്ഷേ വലിയ വലിയ കളികൾ കിടക്കുന്നുണ്ട്. ഒതുക്കുന്നവരെയൊക്കെ ഒതുക്കുന്നുണ്ട്, മാറ്റി നിർത്തപ്പെടുക തന്നെ ചെയ്യും ഈ പെൺകുട്ടിയും അല്ലെങ്കിൽ ഈ നടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല ആണ് ശരിക്കും ഈ സിനിമാ മേഖല ഏറ്റെടുക്കേണ്ടത് എന്നാണ് പൊതുവിലുള്ള അഭിപ്രായമെങ്കിലും അവരത് എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളത് കണ്ട് തന്നെ നമുക്ക് അറിയാം.